നവകേരള സൃഷ്ടിയുടെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ റെസിഡൻറ്റ് അസോസിയേഷനുമായിട്ടാണ് നാളെ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കൊച്ചിയിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. കൊച്ചിയിൽ ഒരുപാട് റെസിഡൻറ്റ് അസോസിയേഷനുകളുള്ള ഒരു ജില്ല കൂടിയാണ്. വളരെ കുറഞ്ഞ സ്ഥലപരിമിതിയിൽ നിന്നുകൊണ്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യുവാനും. അപ്പോൾ എത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഇതിൽ പ്രധാനമായിട്ടും പങ്കുവയ്ക്കുക? മെട്രോ നഗരം, മെട്രോ ആശയം നമ്മളാണ് മുന്നിൽ വെച്ചത്. ആ ആശയത്തിൽ നമുക്ക് 25 കിലോമീറ്റർ ഇന്നത് സാക്ഷാത്കരിക്കാനായി എന്നുള്ള ചാരിതാർത്ഥം അത് എത്ര കൊല്ലം പിന്നിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഫസ്റ്റ് 2ാം പാദം, അതിൻ്റെ 3ാം പാദമായിട്ടുള്ള നെടുമ്പാശ്ശേരി അങ്കമാലി, അതേപോലെ 4ാം പാദം അങ്ങനെ വികസിച്ച് വരണം. ഒരു ഓൾട്ടർനേറ്റീവ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഈ ജില്ലയ്ക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ഈ റെയിൽവേ, അതായത് കമ്മട്ടിപ്പാടം പൊന്നുരുന്തിയിലുള്ള ആ സ്ഥലം 110 ഏക്കറുണ്ട്. അതായത് മുഖ്യമന്ത്രി ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഇന്ത്യൻ റെയിൽവേ മിനിസ്ട്രിയോട് ഇതൊരു റിക്വസ്റ്റ് കൊടുത്തിട്ട് റെയിൽവേ ഹബ്ബായി ഇതിനെ മാറ്റാൻ വേണ്ടി ഈ 110 ഏക്കർ ഇന്ന് ആൻറ്റി സോഷ്യൽ എലിമെൻസാണ് അവിടെ ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് വികസിപ്പിക്കണം. അതേപോലെയാണ് ഈ പുല്ലപ്പടി നമ്മുടെ തമ്മനം എന്നുള്ള ഒരു കോളിഡോർ അത് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അതിനെ പറ്റിയും നമ്മൾ നിവേദനങ്ങൾ പലതും നൽകുന്നുണ്ട്. കൊച്ചി നഗരസഭയുടെ 100 ഏക്കർ സ്ഥലമുണ്ട് ബ്രഹ്മപുരത്ത്. അതിന് ഒരു മാലിന്യ സംസ്കരണം, ഒരു സെൻട്രലൈസ്ഡ് മാലിന്യ സംസ്കരണം ആവശ്യമുണ്ടെന്ന് നമ്മൾ എപ്പോഴും ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ ഈ മുഖാമുഖത്തിന് മുന്നോടിയായിട്ട് നവകേരള സദസ്സ് ഈ എല്ലാ ജില്ലകളിലും നടന്നു. ഈ നവകേരള സദസ്സിലൊക്കെ ഉൾപ്പെടെ നിങ്ങളുടെ ഈ എഡ്രാക്കിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരുപാട് നിവേദനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ നിവേദനങ്ങൾക്കൊക്കെ ശാശ്വതമായ ഒരു പരിഹാരമായോ? നമ്മൾ പ്രതീക്ഷിക്കുന്നു. പല വകുപ്പുകളിലുമായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ വകുപ്പിലും അത് പോയിട്ട് എന്തായാലും നമുക്ക് എല്ലാം പ്രതീക്ഷയാണ്, ഹോപ്സാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വീണ്ടും അത് ആവർത്തിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, അന്ന് സാധാരണഗതിയിൽ പറഞ്ഞ ഏകദേശം 45 ദിവസം കൊണ്ട് ഈ പരാതികളൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ കാര്യങ്ങൾ ഈ മുഖാമുഖത്തിൽ ഉന്നയിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വീണ്ടും ഉന്നയിക്കും. ഒരുപാട് കാഴ്ചപ്പാടുകളും പ്രതീക്ഷകളുമായാണ് ഇവർ നാളെ മുഖ്യമന്ത്രിയെ കാണാൻ എത്തുന്നത്. ഇവരുടെ ആശയങ്ങൾ കേൾക്കുന്നതിനൊപ്പം അവ പ്രാവർത്തികമാക്കാനുള്ള ഒരു ഇടപെടൽ കൂടി ഉണ്ടാകണം. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.